ലോകത്തെ ഏറ്റവും വലിയ പാസഞ്ചർ സബ്മറൈബിൾ ഷിപ്പ് ആണ് ഇത്. അതിലേക്കാണ് കയറാൻ പോണത്. ടിക്കറ്റൊക്കെ എടുത്തു. എങ്ങനെയാണ് വെള്ളത്തിലേക്ക് മുങ്ങിക്കപ്പൽ പോകണമെന്ന് എനിക്കറിയില്ല. നമുക്ക് അനുഭവിച്ചറിയണം. കടലിന്റെ അടിത്തട്ടിലെ കാഴ്ചകൾ ഇന്ന് കാണും എന്ന് സമദ് കാണിക്കുമെന്ന്, അല്ലെങ്കിൽ റഫീഖ് കാണിക്കും. കാണാത്ത കാഴ്ചകൾ ഇന്ന് റഫീഖും സമദും കാണിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഒരു നല്ലൊരു ടവല് വരുന്നുണ്ട് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ഒരു ടവല്. എന്താ ഒരു പേടകം കിടക്കുന്നത് കണ്ടില്ല? ഇതാവോ ഈ മുങ്ങിക്കപ്പല്? പടച്ചോനെ, ഇതിന്റെ ഉള്ളിലൂടെയുള്ള ഇപ്പൊ പോണതില്ലേ? ഇതാണ് സാധനം. അതോ ഇനി വേറെ ഒന്നാണോന്നറിയില്ല. എങ്ങനെ ഇതിൽ കയറുകയെന്നറിയില്ല. എന്നിട്ട് വെള്ളത്തിക്കട് താഴ്ത്തി സാധനം. പിന്നെ അതിന്റെ ഉള്ളിൽ കിടക്കൽ തന്നെ. പിന്നെ ഇത് തുറന്നാൽ നമുക്ക് പുറത്തിറങ്ങാം. പൊന്തി ബോട്ട് ഉൾക്കടലിലേക്ക് പോവാണ്. അവിടെ നിന്നായിരിക്കും മിക്കവാറും ഈ ഡൈവിങ് ആരംഭിക്കല്. അത്യാവശ്യം അധികമൊന്നുമില്ല, പാസഞ്ചർ കൂടുതലൊന്നുമില്ല. ഇത്രയും പാസഞ്ചറാണുള്ളത്. അപ്പൊ നമ്മൾ കയറാൻ പോവാണ്. സബ്മറൈനിലേക്ക് കയറാൻ പോണു. എങ്ങനെയാണ് ഇപ്പൊ അതിലേക്ക് കയറുന്നത്? അവിടെ ഒരു ഡോറ് തുറന്നിട്ടുണ്ട്. ആ ഡോറിന്റെ ഉള്ളിലൂടെയാണ് യാത്ര. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്മറൈനിലേക്ക് കയറുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കടൽ കാഴ്ച, അല്ല കടലിന്റെ അടിത്തട്ട് കാണാൻ പോണത്. മീൻസ് പടച്ചോനെ, മറ്റേ ഈ സാറ്റലൈറ്റിലെ ഉപഗ്രഹങ്ങളില്ലേ, ഉപഗ്രഹ പേടത്തിന്റെ പോലെ തന്നെ ഒരു ഡൂമാണ്. ആ ഡൂമിലേക്ക് താഴത്തേക്ക് ഇറങ്ങുന്നിട്ട് മൂടി അടച്ചു പൂട്ടാണ്. വല്ലാത്തൊരു ഇറക്കാട്ടാ. അഞ്ച് ടിക്കറ്റൊക്കെ നമ്മൾ മടക്കി വെക്കുക. വളരെ അധികം മറ്റേ സാറ്റലൈറ്റ് ഉപഗ്രഹത്തിന്റെ ഉള്ളിലേക്ക് പോണ പോലത്തെ വല്ലാത്തരത്തിന്റെ മൂടി നിന്നിട്ട് ഇതിന്റെ അടച്ചു പൂട്ടുന്നിട്ട്. അത് കൊള്ളാം. വരൂ, കടന്നു വരൂ. വരൂ. നമ്മുടെ സമദുബായും വെള്ളത്തിലിറങ്ങാൻ പരിപാടിയാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും കാണാനുള്ള ഒരു കോളുണ്ട്. പൈലറ്റ് അറ്റത്തിട്ടോ. പൈലറ്റ് അവിടെ ഇരിക്കട്ടെ. അവളാണ് വണ്ടി ഓടിക്കുന്നത്. ഒരു പെണ്ണ. കൊള്ളാട്ടോ. വിമാനമൊന്നും ഒന്നുമല്ല. അവിടെ ഇരിക്കണത് ഇവിടെയാണ് നമ്മളെ സീറ്റ് ഇവിടെയാണ്. തന്നെ ടൈറ്റാനിക്കിന്റെ പോലെ തോന്നുന്നുണ്ടല്ലോ അത്. അല്ലേ? പണ്ടത്തെ ടൈറ്റാനിക് പോലെ. പൈലറ്റിന്റെ മുറിയിലേക്കൊന്ന് കയറാലോ. സാമതേ, ഞാനും കാണട്ടെ. എന്തൊക്കെ വല്ലാത്ത സാമരടിയാണ് ഡ്രൈവർ. ഒരുപാട് പൈലറ്റ് വിമാനത്തിന്റെ പോലെ തന്നെ ഫുൾ കൺട്രോളറാണ്. ഓ മാഷാ അല്ലാഹ്. അവിടെ ഇങ്ങനെ കാണുന്ന ഒരു വട്ടത്തില് അത് നോക്കി ഇപ്പൊ ഇവള് വിടുന്നത്. പിന്നെ ലൊക്കേഷനൊക്കെ ഉണ്ടാവും, ഒരു പെർമിറ്റൊക്കെ ഉണ്ടാവും, പിന്നെ കൺട്രോളറൊക്കെ ഉണ്ടാവും. ദാറ്റ്സ് ഇനഫ്. വെയിറ്റ് ഒരു പ്രത്യേക രീതിക്ക് ബാലൻസ് ചെയ്തിട്ട് ആൾക്കാരെ ഇരുത്തിയിട്ടുള്ളത്, ഫുള്ളല്ല. അപ്പൊ പല ആൾക്കാർ ഇവിടെ, ഇനി അതേപോലെ പല ആളുകളും അവർ ഓർഡർ ആക്കിയിട്ട് അവിടെ ഇരുത്തി. എന്നിട്ടും പോരാ, ആളുകളുടെ ബാലൻസ് നോക്കിയിട്ട് ഈ വെയിറ്റ് കണ്ടോ, നേരായിട്ട് ഇതിപ്പോ സെൻട്രലാണ്. ഇവർ ഇനി അത് പല ഭാഗത്തേക്കും ബാലൻസ് ചെയ്ത് എടുത്തു വെക്കും. ഇത് ഒരുപാട് വെയിറ്റുകൾ. അപ്പൊ ഇതിങ്ങനെ ഇളകാതെ, ഇതിങ്ങനെ നടക്കാനും ആടി ഒലയാനൊന്നും പാടില്ല. ഒരു പ്രത്യേക അടിച്ചോ അത് അടച്ചു പൂട്ടി നമ്മളെ. അപ്പോ ഇനി ഇരിക്കണം, ഇനി നീക്കാൻ പാടില്ല. ഇവരെ കംപ്ലീറ്റ് ഒരു സൈഡിലേക്കാക്കി. എന്നിട്ട് ഒരു സൈഡില് മൊത്തം ബാലൻസ് ഈ ഒരു വെയിറ്റ് വെച്ച് അടിപൊളിയാക്കി. അതാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് മാറ്റി. എന്നിട്ടോ എത്ര കിലോ ഉണ്ടാവുമോ ഇത്? അപാരാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. Insert the fitting into the buckle and tighten the strap. Orange oxygen activator take down to activate oxygen. Insert the mouthpiece. Pull apart the nose pads and affix them on. Please don't hesitate to call us. വണ്ടി മൂവ് ചെയ്തു. അങ്ങോട്ടാ പോണത്. റിവേഴ്സ് അപ്പ പോണത്. പൈലറ്റ് മുന്നിലാണ്. മുങ്ങിക്കപ്പൽ യാത്രയാണ്. 108 അടി താഴോട്ട് കടലിന്റെ അടിയിലോട്ട് പോവുക. അതാണ് മുങ്ങിക്കപ്പൽ യാത്ര. അപ്പൊ മുങ്ങിക്കപ്പലിന്റെ ഉള്ളിലാണ്. എവിടെ സ്ക്രീനിൽ ആരായിരുന്നാ പോയത്? ഓ എന്റെ റബ്ബേ,
മീനിടുന്നുണ്ട്. യോട്ടോ എന്ത് ഭംഗിയുള്ള സാധനം, എന്ത് വലിപ്പം, ഇങ്ങനത്തെ നമ്മൾ പിടിച്ചത്. ഇപ്പോ 86 ഫീറ്റ് പിന്നെ കടലിൽ നിന്നൊന്നും കടലിന്റെ അടിത്തട്ടിലേക്ക് എത്തിയിരിക്കണം. ഇനിയും താഴോട്ട് പോകുന്നറിയില്ല. 86 ഫീറ്റിലാണ് ഇപ്പൊ നിൽക്കുന്നത്. മൊബൈലിന്റെ റേഞ്ചൊക്കെ കട്ടായിട്ടുണ്ട്. ഇപ്പൊ കടലിന്റെ അടിത്തട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപൂർവ ഇനം മീനുകളുടെ കാഴ്ചയാണ്. അങ്ങനെ മുകളിലെത്തി. വെള്ളം കാണുന്നുണ്ട്. ഓക്കെ, എത്തി. പ്രോഗ്രാം ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഓക്കെ, ഒരു മിഠായി ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനെ ഒരു സ്വീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു മധുരം തന്നിട്ട് നമ്മളെ യാത്രയാക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത്. എല്ലാ മനുഷ്യനും ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ, സമ്പത്ത് നിർബന്ധമില്ല കേട്ടോ, ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ ഒരു യാത്ര വരണം പൊന്നും മക്കളെ. അപ്പൊ ഇനി നമ്മള് കടലിന്റെ അടിയിൽ നിന്ന് ഇനി ഭൂമിയിലോട്ട് കരയിലോട്ട് കയറാനുള്ള പരിപാടിയാണ്. അല്ല, കരയല്ല, മേൽത്തട്ടിലേക്ക്. മേൽത്തട്ട്. ഓക്കെ, 44 അടിയിലാണ്. അപ്പൊ നമ്മള് തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. ഓൾമോസ്റ്റ് ആളുകളും കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്നാ നമ്മളും പോവാം. ഇവിടെ ബോക്സ് തുറന്നിട്ടുണ്ട്. കേട്ടോ. ഓക്കെ, ബൈ, സീ യു. വെൽക്കം. ആ, കേറട്ടെ സമതേ. താങ്ക് യു. ആഹാ ആഹാ, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് അല്ലാതെ പൊന്നാര മക്കളെ ഇത്. ജീവിതത്തിൽ അനുഭവിക്കാൻ. അടുത്ത ബോട്ട് റെഡിയാണല്ലോ, നേരാട് കയറുന്നല്ലേ. അതെ, ബോട്ട് റെഡിയാണ്. അപ്പൊ നമ്മളെ മുങ്ങിക്കപ്പൽ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതാണ്. കാണേണ്ട കാഴ്ചയാണ് പൊന്നും മക്കളെ. ഈ ഒരു കാഴ്ച കണ്ടില്ല ജീവിതത്തിൽ വലിയൊരു നഷ്ടബോധമാണ്. പണമുള്ള എത്രയോ ആൾക്കാർ, ആരോഗ്യമുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഇന്ന് വരെ മാലിയിൽ വന്ന് കടലിന്റെ അടിത്തട്ടിൽ പോയിട്ട് മുങ്ങിക്കപ്പൽ വഴി 108 ഫീറ്റ് അടിയിലേക്ക് പോയിട്ടുണ്ടോ? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പോയി.
വിമാനം ഒന്നുമല്ല. മറന്നു വെച്ചോടെ. അതെ അതെ. അതായത് എവിടെ ബോട്ട് ആ മുങ്ങിക്കപ്പലിൽ നിന്ന് കയറുന്ന ബോട്ടില് അതെ ആ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് നമുക്ക് വേണ്ടിയിട്ട് ആ ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി അവർ പോവാണ്. ഒരാളെ ഹെൽമെറ്റ് മാത്രം എടുക്കാൻ വലിയൊരു ബോട്ട് തിരിച്ചു പോയി നമുക്ക് എടുത്തോടെ നേരാണ്. അതാണ് ടൂറിസ്റ്റുകൾ അത്രയും കെയർ ചെയ്യുന്നുണ്ട്. ടൂറിസ്റ്റുകൾ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എന്നർത്ഥം. നമ്മളെ ഹെൽമെറ്റുമായിട്ട് മറന്ന ഹെൽമെറ്റുമായിട്ടൊരു വലിയ ബോട്ട് വരുന്നുണ്ട്. മാഷാ അല്ലാഹ്. അത്യാവശ്യം എത്ര ഉൾക്കടലിൽ പോയിട്ടാണ് അവർ ആ ഹെൽമെറ്റ് എടുത്തിട്ട് വരുന്നത്. താങ്ക് യു ഡിയർ, താങ്ക് യു വെരി മച്ച്.